നല്ല ഫിലിമായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. 18 വർഷം മുമ്പ് നമ്മൾ കണ്ട അതേ ഫീലോടുകൂടി നമ്മൾ ആഘോഷിച്ച് കാണാൻ പറ്റിയൊരു ഫിലിം തന്നെയായിരുന്നു. അത് കണ്ടിട്ടായിരുന്നു, ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു. അതേ ഫീലോടുകൂടി നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുമായിരുന്നു. ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. എന്താ പറയുക, ഞാനിപ്പോൾ ടി വിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ കണ്ടിട്ടില്ല. ഇപ്പോൾ ഫസ്റ്റ് ടൈം തിയേറ്ററിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, സ്റ്റാർട്ടിങ്ങിൽ ആളുടെ ഇൻട്രൊഡക്ഷൻ, ഡാൻസ്, പാട്ട്, മണിച്ചേട്ടൻ്റെ പെർഫോമൻസ്, എല്ലാവരുടെ കിഴു പെർഫോമൻസ് ലൈക്ക് ആഘോഷമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. താങ്ക് യു 4K റിലീസ് ചെയ്തതിന്. നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. തലയുടെ വിളയാട്ടം നല്ല ഓളായിരുന്നു. പാട്ടിനും എല്ലാത്തിനും അടിച്ചു വിളിച്ചു. ലൈക്ക് പഴയ ഒരു ലാൽഡറിന് ഇത്ര ഭയങ്കര ഹലോ പോലെ, അല്ലെങ്കിൽ ഈ സിനിമയിലൊക്കെ കൂടുതൽ ഭയങ്കര ലാൽഡർ അഴിഞ്ഞാട്ടമാണല്ലോ. സോ അതുകൊണ്ട് നല്ല അടിപൊളി ആഘോഷിക്കാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു. ചന്ദ്രമുള്ളത് ഓക്കെ. ചോട്ട മുംബൈ ഇതൊരു ചുരുങ്ങിയതൊരു 100 തവണയെങ്കിലും ഈ പടം ഞാൻ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇപ്പം തിയേറ്ററിൽ കണ്ടപ്പോൾ യാതൊരു തരത്തിലുള്ള ലാഗോ അതേപോലെ തന്നെ അങ്ങനത്തെ ഒരു മടുപ്പോ തോന്നിയില്ല. കാരണം അത് ആ പടത്തിൻ്റെ ക്വാളിറ്റിയാണ്. കാരണം കോമഡിക്കൊക്കെ അത്യാവശ്യം ആവശ്യത്തിൽ കൂടുതൽ കോമഡിയും കാര്യങ്ങളും, പിന്നെ അത് മറ്റേ അറ്റ്മോസ് സൗണ്ടൊക്കെ കണ്ടാൽ തോന്നുന്നു. ആ സൗണ്ടിലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നല്ല എഫക്റ്റിൽ കേൾക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ 4K ചില സ്ഥലത്തൊക്കെ ബ്ലറായി, എന്നാലും കണ്ടിരിക്കാൻ ഒരു തരി ലാഗോ ഒന്നും ഫീൽ ചെയ്തുള്ള. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് പഴയ മോഹൻലാലിനെ വീണ്ടും കാണാൻ പറ്റി. അപ്പോൾ അതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഈ പടത്തിൻ്റെ ഗുണം. ഞാൻ പറഞ്ഞില്ലേ, ഒരു തരി ലാഗോ ഈ സംഭവം എനിക്ക് ഈ പടം കണ്ടിട്ട് ഇപ്പോഴും തോന്നിയുള്ള, എപ്പോഴും തോന്നിയില്ല. എന്തായാലും കൊള്ളാം. ഗംഭീരം, ഒന്നും പറയാനില്ല. സ്ക്രീൻ പ്രസൻസ് എന്നൊക്കെ പറഞ്ഞാൽ അടിച്ചോണ്ട് ഒന്നും പറയാനില്ല. ഗംഭീരം. മനുഷ്യേട്ടൻ്റെ എൻട്രി ഒക്കെ മാസമായിരുന്നു, പുല്ലുമായിരുന്നു തിയേറ്റർ പുറത്ത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു മണിച്ചേട്ടനൊക്കെ അടിപൊളിയായിട്ട് പിന്നെ അടിച്ചല്ല. അതായത് ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പം പണ്ട് മരിച്ച ആൾക്കാർ കൂടുതൽ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പോൾ അവരൊക്കെ ജീവിച്ചിരിപ്പില്ല. അവരൊക്കെ സ്ക്രീനിൽ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. 4K നൈസായിട്ടുണ്ട്, സൗണ്ടൊക്കെ നല്ലൊരു. പിന്നെ വനതുവരുന്നതായി പറയണ്ടല്ല, 4K അറ്റ്മോസ് ആണ്, അതിനുവേണ്ടിയുള്ള തിയേറ്റർ ആണല്ലോ. വേറെ കൊച്ചിയിൽ ഏത് തിയേറ്ററിൽ കണ്ട് ഈ ഒരു സൗണ്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നാനുള്ള. വനതുവരെ തന്നെ കാണണം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.